MDMA കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈൻ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനെന്നതിന് കൂടുതൽ തെളിവുകൾ. മുഹമ്മദ് ഹുസൈൻ സതീശന്റെ ഔദ്യോഗിക വസതിയിൽ നിത്യ സന്ദർശകൻ. നിയമസഭയിലും സതീശന്റെ ഓഫീസിലും ഹുസൈൻ നിത്യ സാന്നിധ്യമാണ്. ചിത്രങ്ങൾ കൈരളി ന്യൂസിന്. പരിചയമില്ലാത്തവർ നേതാക്കൾക്കൊപ്പം ഫോട്ടോ എടുക്കുന്നത് സർവ്വസാധാരണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി. രാസലഹരിയുമായി കാസർഗോഡ് അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈനും മുഖ്യമന്ത്രി VD സതീശനും തമ്മിലുള്ള അടുപ്പത്തിന് കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസും നിയമസഭയിലെ ഓഫീസും ഇയാൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് പ്രതിക്ക് ലഹരി കച്ചവടമുള്ളതായി ഇന്റലിജൻസിന് വിവരം ലഭിച്ചു. കോൺഗ്രസ് മന്ത്രിമാരുമായും നേതാക്കളുമായും പ്രതിക്ക് അടുത്ത ബന്ധമുണ്ട്. കന്റോൺമെന്റ് ഹൗസിൽ വെച്ച് 2025 ആഗസ്റ്റ് 18 എടുത്ത ചിത്രം ഹുസൈൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. നിയമസഭയിലെ ഓഫീസിൽ സതീശനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളുമുണ്ട്. സതീശന്റെ ജന്മദിന ആഘോഷത്തിലും പ്രതി പങ്കെടുത്തിരുന്നു. എന്നാൽ പരിചയമില്ലാത്തവർ നേതാക്കൾക്കൊപ്പം ഫോട്ടോയെടുക്കുന്നത് സർവ്വസാധാരണമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വിവാദങ്ങളോട് പ്രതികരിച്ചത്. ഒരു പരിചയമില്ലാത്തവരും വന്ന് ഫോട്ടോ എടുക്കും, ഓഫീസിൽ വരും. അത് രാഷ്ട്രീയ നേതാക്കന്മാരെ അടുത്ത് വരാം, മുഖ്യമന്ത്രി ആയാലും വരാം, പ്രതിപക്ഷ നേതാവായാലും വരാം, മന്ത്രി ആയാലും വരാം, MP ആയാലും വരാം, MLA ആയാലും വരാം, പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും പോലും വരാം. നമുക്ക് ആളുകളെ അങ്ങനെ അവരെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. ആ സമയത്ത് ഒരു സംഭവത്തിൽ നമ്മളെ പരിചയമുള്ളവരോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തവരോ പിടിക്കപ്പെടുന്ന ഒരു സന്ദർഭം വരുമ്പോഴാണ് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ സഹായിക്കുന്ന യാതൊരു നിലപാടും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒരു പാർട്ടി ഘടകമോ സ്വീകരിക്കില്ല. എല്ലാ പാർട്ടികൾക്കും ഇതൊരു പാഠമായിരിക്കണം. ഉന്നത നേതാക്കളുമായുള്ള പ്രതിയുടെ ബന്ധം കാരണം കേസിന്റെ അന്വേഷണം വഴിമുട്ടി. ഫോൺ രേഖകൾ പരിശോധിക്കാനോ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ബംഗളൂരു കേന്ദ്രമായ നൈജീരിയൻ ലഹരി മാഫിയയുടെ ഏജന്റായിട്ടും ഹുസൈൻ ഉൾപ്പെടെ 3 പ്രതികളുടെ വിവരം കർണാടക പോലീസിനും നൽകിയിട്ടില്ല. ലക്ഷങ്ങളുടെ ഇടപാട് ഉണ്ടായിട്ടും ബാങ്ക് രേഖകളും ഇതുവരെ പരിശോധന നടത്തിയിട്ടില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.